ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ സ്റ്റോക്കുമായിട്ടാണ്. നമ്മുടെ സ്റ്റോക്ക് അനാലിസിസ് വീഡിയോയുടെ രണ്ടാമത്തെ വീഡിയോ ആണത്. ആദ്യം ഞാൻ ഇട്ടിരുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് ഒരു സ്മോൾ ക്യാപ് കമ്പനി ആയിരുന്നു. നെറ്റ്വർക്ക് ടെക്നോളജീസ് എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. അപ്പോൾ ഇന്ന് അതിന് വിപരീതമായിട്ട് ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. നിങ്ങൾ പലരും ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിരിക്കും അതിൽ. ഇനി അതല്ലെങ്കിൽ പോലും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് കേൾക്കാത്ത ആരും ഇന്ത്യക്കാരും കാണാൻ സാധ്യതയില്ല. അത്ര ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. ലാർജ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 3 lakhs മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ എൻ്റെ ഒരു ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഞാൻ സ്മോൾ ക്യാപ്പ് കമ്പനീസാണ് സാധാരണ പ്രിഫർ ചെയ്യുന്നത്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, സ്മോൾ ക്യാപ്പ് കമ്പനിക്ക് എപ്പോഴും ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ ഇന്ന് എന്തുകൊണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എടുത്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. അപ്പം ഡിസ്ക്ലെയിമറായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ചെയ്യുന്ന വീഡിയോ, എൻ്റെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുമല്ല, ഈ സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ടുള്ള എൻ്റെ സജഷൻ അല്ല. ഇത് ജസ്റ്റ് നോളജ് ഷെയറിംഗ് ആണ്. അപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ ഒരു റിസ്ക് ടോളറൻസും നിങ്ങൾ ആ സ്റ്റോക്കിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടും നിങ്ങൾക്കത് ഓക്കെ ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വാങ്ങാതിരിക്കാം. അതിനപ്പുറത്തേക്കുള്ള ഒരു സജഷനായിട്ട് ഇതിനെടുക്കരുത്. അത് ഡിസ്ക്ലെയിമറാണ്, ഞാൻ ആദ്യമേ പറയുകയാണ്. അതുമാത്രമല്ല, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റും അല്ല. അപ്പം ആ ഒരു ലിമിറ്റഡ് സ്കോപ്പിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു സ്റ്റോക്ക് അനാലിസ് ചെയ്യാൻ നേരത്തെ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ആണ് ആക്ച്വലി നോക്കുന്നത്. അപ്പോൾ സ്ക്രീനർ പോലുള്ള ഇപ്പം മുന്നിലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീനർ ടൂളിൽ പോയിട്ട് അതിൻ്റെ ബാലൻസ് ഷീറ്റുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതൊക്കെ എടുത്തിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ മഹീന്ദ്ര ആയതുകൊണ്ടും ഈ സ്റ്റോക്ക് ഒരു ലാർജ് ക്യാപ് സ്റ്റോക്ക് ആയതുകൊണ്ടും കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ നമുക്കത് സ്ക്രീനർ മാത്രമല്ല, അതിന് പുറത്തേക്കുള്ള ഒരു റിയൽ വേൾഡ് സിനാരിയോ ഡിസ്കസ് ചെയ്യാതെ ഈ സ്റ്റോക്കിനെ പറ്റി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ വെച്ച് തുടങ്ങാം. അപ്പോൾ കുറച്ച് ലെങ്ത് ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഈ വീഡിയോ. അപ്പം സാധാരണ ഒരു 20 minutes തീർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിപ്പം 20 minutes തീർന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ എമ്മാൻഡമിനെ പറ്റി പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു 3 lakhs മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള ഒരു കമ്പനിയാണ് എമ്മാൻഡം. അപ്പോൾ നമ്മളുടെയൊക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരൊരു കാർ മേക്കേഴ്സ്, കാർ മാത്രമല്ല, അവർക്ക് മൾട്ടിപ്പിൾ ബിസിനസ് സ്പാൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി, ഇന്ത്യയിലും പുറത്തുമായിട്ട്. നമ്മൾ കാണുന്ന മഹീന്ദ്ര എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാറുകൾ, അവർക്ക് ബൈക്ക് ബിസിനസ് ഉണ്ട്, അതുപോലെ ഈ ട്രക്ക് മാനുഫാക്ചറിങ് ഉണ്ട്, അതുപോലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ, അങ്ങനെയുള്ള മാനുഫാക്ചറിങ് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ, അവർക്ക് ടെക് മഹീന്ദ്ര നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവരുടെ IT വിങ് ആണ്. പക്ഷേ അത് നമ്മുടെ സ്കോപ്പിലുള്ളതല്ല. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിക്ക് കീഴിലുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഒരു ഹിസ്റ്ററി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു കമ്പനി നേരത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. ഇപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യുന്നു, കാരണം നമ്മൾ ആസ് ആൻ ഇൻവെസ്റ്റർ ആ കമ്പനിയുടെ കറണ്ട് പെർഫോമൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ആ കമ്പനി എങ്ങനെ പെർഫോം ചെയ്യുന്നു, അവരുടെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ എങ്ങനെ ആളുകൾ നോക്കി കാണുന്നു എന്നുള്ളതാണ് ഇവിടെ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു ഓട്ടോ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഒരു കാർ ബൈക്ക് എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ മന്ത്ലി ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വരുമ്പോഴും അല്ലെങ്കിൽ പുതിയ മോഡൽ കാർ വരുമ്പോഴും ഇതൊക്കെ ഞാൻ ബൈ ഡിഫോൾട്ട് എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കണ്ടൻ്റായിട്ട് ഇടും. കാരണം മഹീന്ദ്രയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരു കാർ എന്തൂസിയാസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കൂടെ കാര്യങ്ങൾ വിവരിച്ചാലേ പൂർണ്ണമാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം മഹീന്ദ്രയുടെ എതിരാളി, ഇപ്പം നിലവിൽ ഇന്ത്യയിൽ മഹീന്ദ്രയുടെ എതിരാളി എന്ന് പറയുന്നത് ടാറ്റയാണ്. കാരണം അവർ സെയിം സെഗ്മെൻറ്റിലാണ് ആക്ച്വലി കാറുകൾ വിൽക്കുന്നത്. ഇപ്പം മാരുതി ഉണ്ട്, ഹുണ്ടായി ഉണ്ട്, അങ്ങനെ പല കമ്പനികളുണ്ട്. എങ്കിൽ പോലും മഹീന്ദ്രയുടെ എതിരാളിയായിട്ട് ഒരു ഇന്ത്യൻ കാർ മാനുഫാക്ചർ എന്ന് പറയുന്നത് ടാറ്റയാണ്. അത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹീന്ദ്രയുടെ SUV, ഇപ്പം അവരുടെ SUV ആണ് അവരുടെ ഹോട്ട് സെല്ലിംഗ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, താർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു വികാരമാണ്. അപ്പം താറും റോക്സും അതുപോലെ സ്കോർപിയോ എന്നും അതുപോലെ XUV 700 അങ്ങനെ ഒരുപാട് മോഡൽ അവർക്കുണ്ട്. ഇതെല്ലാം ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള മോഡൽസാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് ഈ ഓട്ടോ സെയിൽസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട്
ഇപ്പം ഒരു ഇൻവെസ്റ്റർ ഒരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങളെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് മന്ത്ലി ഓട്ടോ സെയിൽസ് ഫിഗർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ കമ്പനികളുടെ ഏതൊക്കെ മോഡലുകളാണ് ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്ത് ഗ്രോത്ത് പെർസെൻറ്റേജ് എത്രയാണെന്നുള്ള കാര്യമൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാർ മാനുഫാക്ചറിൻ്റെ വെബ്സൈറ്റിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഗ്രോക്കോ അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള ഏതെങ്കിലും ഒരു ചാറ്റ് ബോക്സിനോട് ചോദിച്ചാൽ പോലും ഈ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേന്ദ്ര പോലത്തെ ഒരു കമ്പനി, ഞാൻ നേരത്തെ ഇതിന് മുന്നേ ചെയ്ത ഇപ്പോൾ നെറ്റ്വർക്ക് ടെക്നോളജീസിനെ പറ്റി ഞാൻ ചെയ്തു. പക്ഷേ നെറ്റ്വർക്ക് ടെക്നോളജീസിനെ പറ്റി ഒന്നും എനിക്കിങ്ങനെ സംസാരിക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിയൽ ഇമ്പാക്റ്റ് അവരുടെ റിയൽ ബിസിനസ് എന്ന് വെച്ചാൽ ഒരു യൂസർ എന്ന നിലയിൽ ഞാൻ കാണുന്നില്ല. പക്ഷേ മഹേന്ദ്ര അങ്ങനെയല്ല. നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മോഡൽസ് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി സർക്കിളിൽ തന്നെ ആരെങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി അതുമാത്രമല്ല, ഞാൻ എങ്ങനെയാണ് പേഴ്സണലി ഈ വാഹനങ്ങളുടെ ട്രെൻഡ് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ടീം BHP, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ടീം BHP പോലെയുള്ള വെബ്സൈറ്റുകളിൽ പോയിട്ട് ഈ വാഹനങ്ങളുടെ അവിടുത്തെ എക്സ്പേർട്സ്, സാധാരണ ടീം BHPയിലൊക്കെ ഉള്ളത് ഭയങ്കര മോട്ടോർ എന്തൂസിയാസ്റ്റ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരെങ്ങനെയാണ് ആ കാറിൻ്റെ റിവ്യൂസ് എടുക്കുന്നത്, ആ മോഡലിൻ്റെ ഡിസൈനെ പറ്റിയൊക്കെ അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇതൊക്കെ ഞാൻ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായതനുസരിച്ച് മഹേന്ദ്രയുടെ കാറുകൾ വളരെ നല്ല രീതിയിലാണ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൂസിയാസ്റ്റിൻ്റെ ഇടയ്ക്ക് മാത്രമൊന്നുമല്ല, അത് ജനറൽ വാഹനം വാങ്ങിക്കുന്ന മറ്റുള്ള സാധാരണക്കാരെല്ലാം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ SUV വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ മുമ്പിൽ ഉള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹേന്ദ്രയുടെ കാറുകളാണ്. അതിപ്പോൾ സ്കോർപ്പിയോ ആണെങ്കിലും ശരി, XUV 700 ആണെങ്കിലും ശരി, താറ്, റോക്സ്, ഇത് ഏത് മോഡലാണെങ്കിലും ഈ ഒരു സാധാരണക്കാർ എങ്ങനെയെങ്കിലും അത് വാങ്ങിക്കാനുള്ള ഒരു എന്തൂസിയാസം ഇപ്പോഴും കാണിക്കാറുണ്ട്. ഓക്കെ, മഹേന്ദ്രയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ അവർ ഈ അടുത്തിടയ്ക്ക് അവരുടെ ഇലക്ട്രിക് കാറുകൾ പുറത്തിറക്കിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, XEV 9e എന്നൊക്കെ പറഞ്ഞിട്ട് 2 മോഡലുകൾ 6eയും 9e ഒക്കെ അവർ റിലീസ് ചെയ്തു. ആ കാറുകളെല്ലാം ഒരു എന്തൂസിയാസം നിലയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക് റിച്ച് ആണ്, ഭയങ്കര മോഡേൺ ഡിസൈനാണ്, യങ്സ്റ്റേഴ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ സംഭവം ഇറക്കിയേക്കുന്നത്. അതിൻ്റെ ഇപ്പം ഞാൻ ലാസ്റ്റ് മന്ത് സെയിൽസ് റിപ്പോർട്ടൊക്കെ നോക്കുമായിരുന്നു. അതിനെല്ലാം നല്ല പ്രീ ബുക്കിംഗ് ഉണ്ട്, സെയിൽസ് ബുക്കിംഗ് നമ്പറെല്ലാം വളരെ നല്ലതാണ്. ഞാൻ ഇത് ഈ നല്ലതാണെന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ടാറ്റയുടെ തന്നെ ഹാരിയർ, സഫാരി പോലുള്ള മോഡലുകൾ നമ്മുടെ ഇവിടെ വിൽക്കുന്നതാണ്. പക്ഷേ ഓരോ മന്ത് ഓൺ മന്ത് സഫാരിയുടെയും XUV 700ൻ്റെയൊക്കെ വിൽപ്പന നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, സഫാരി വിൽക്കുന്നതിൻ്റെ ഒരു 3 times അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 times എങ്കിലും ഈ മഹേന്ദ്രയുടെ കാറുകൾ പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ആലോചിക്കണം, മഹേന്ദ്ര വിൽക്കുന്നത് 10 ലക്ഷത്തിന് താഴെയുള്ള കാറുകളല്ല, പകരം 15 ലക്ഷം മുതൽ 30 ലക്ഷം വരെ ബ്രാക്കറ്റിലുള്ളതാണ് അവരുടെ SUVകൾ മൊത്തം. അപ്പോൾ അതെല്ലാം ഒരുമാതിരി ഒരു മിഡ് പ്രീമിയം, എബോവ് മിഡ് റേഞ്ച് കാറ്റഗറിയിലുള്ള കാറുകളാണ് ഇതെല്ലാം ഹോട്ട് സെല്ലിംഗ് കാറുകളാണ്. 13,000 14,000 ഒക്കെയാണ് ഇവരുടെ കമ്പൈൻഡ് സെയിൽസ് എന്നൊക്കെ പറയുന്നത് പല മോഡലുകൾക്കും. മന്ത്ലി സെയിൽസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം നിലവിലുള്ള കാറുകളെ പറ്റി സംസാരിച്ചു, മഹേന്ദ്രയുടെ കാറുകളെ പറ്റി. അവരുടെ അപ്കമിങ് മോഡൽസിനെ പറ്റി ഞാൻ സ്റ്റഡി നടത്താറുണ്ട്. കാരണം നമ്മൾക്ക് ഫ്യൂച്ചർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. കാരണം വി ആർ പുട്ടിങ് അവർ മണി. അപ്പോൾ നമ്മൾ ഇന്ന് പണം ഇടുന്നത് നാളെ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നാളെ ഇവർ റിലീസ് ചെയ്യാൻ പോകുന്ന മോഡലുകൾ എങ്ങനെയാണ്, അപ്പം ഇതിന് ഈ ഹൈപ്പ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് മഹേന്ദ്രയ്ക്ക് ഭയങ്കര കഴിവുള്ള ഒരു പരിപാടിയാണ്. മറ്റേത് ഇന്ത്യൻ കാർ കമ്പനികളെക്കാളും ഹൈപ്പ് സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കമ്പനിയാണ്. ഹൈപ്പ് മാത്രമല്ല, അവർ കൊണ്ടുവരുന്ന ഹൈപ്പിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളും അവർ പിന്നീട് ഇറക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് അവരുടെ ഒരു പുതിയ മോഡൽ ബൊളേറോ, അത് ബൊളേറോ എന്നുള്ള പേരിലായിരിക്കില്ല വരുന്നത്, ഇത് റൂമറാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഇത് കൺഫേം ന്യൂസ് ഒന്നുമല്ല. അപ്പം അതിനെ താർ സ്പോർട്സ് എന്ന് പേരിട്ടുകൊണ്ട് പഴയ ബൊളേറോ എന്ന് പറയുന്ന മോഡലിനെ ഇറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതിനൊക്കെ ഭയങ്കര ഹൈപ്പാണ്. ഈ ടീം BHPയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഓട്ടോ എന്തൂസിയാസ്റ്റിൻ്റെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഹൈപ്പാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പം കാണുന്ന കാറുകളും, ഇപ്പോൾ താറൊക്കെ പണ്ട് മാരുതിയൊക്കെ ഇറങ്ങുന്ന രീതിയിലാണ് താറും റോക്സും അല്ലെങ്കിൽ XUV 700 ഒക്കെ റോഡിൽ കൂടെ ഇറങ്ങിക്കൊണ്ടെടുക്കുന്നത്. അപ്പം ഇതെല്ലാം പലതും പ്രീമിയം കാറുകളെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ രീതിയിൽ സെയിൽസ് കിട്ടുന്ന ഒരു കമ്പനി ആയതുകൊണ്ടാണ് ഞാൻ മഹേന്ദ്ര ഇന്ന് സെലക്ട് ചെയ്യാൻ കാരണം. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ ഒരു മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് സാധാരണ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കുറച്ച് ഗ്രീഡിയാണ്. അപ്പോൾ എനിക്കൊരു ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ സാധാരണ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്ററിന് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ് 12 to 15% ആണ് അല്ലേ. അപ്പോൾ 12 to 15% കിട്ടുക എന്ന് പറയുന്നത് ആർക്കും
ചെയ്യാവുന്നൊരു പരിപാടിയാണ്. കാരണം ജോലി ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് ഈസിയാണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ, ഒരു ഫുൾ ടൈം ഇൻവെസ്റ്റർ എന്ന നിലയിൽ ആ ഒരു റിട്ടേൺ ചിലപ്പോൾ എന്നെ തൃപ്തിപ്പെടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 20% മേളിലെങ്കിലും കുറഞ്ഞത് CAGR കിട്ടുന്ന രീതിയിലുള്ള സ്റ്റോക്കുകളാണ് ഞാൻ കണ്ടെത്താറ്. എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളും അതേ രീതിയിൽ മുന്നേറുകയാണെന്നുള്ള അർത്ഥമൊന്നും അതിനില്ല. അതിപ്പോൾ ഇന്ന് പറയുന്ന മഹേന്ദ്ര ആയിക്കോട്ടെ, ഞാൻ നേരത്തെ ഇതിന് മുന്നേ ചെയ്ത സ്റ്റോക്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ളൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. സ്റ്റോക്ക് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ. ദാറ്റ്സ് ഓൾ. അതുപോലെ തന്നെ മഹേന്ദ്രയെ പറ്റി പറയുമ്പം ഒരു കാർ കമ്പനി അവരുടെ മോഡലുകൾ നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു മെട്രിക്സ് ആണ് ഈ കമ്പനിയുടെ റീസെയിൽ വാല്യൂ എങ്ങനെയുണ്ടെന്നുള്ളത്. അതിപ്പോൾ നമുക്കിപ്പോൾ കാർവാലെ പോലെയുള്ള, സ്പിന്നി പോലെയുള്ള, ഐ ഡോണ്ട് നോ സ്പിന്നി എന്ന് പറയുന്നത് ഇപ്പം അക്രോസ് ഇന്ത്യ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ബാംഗ്ലൂരിലൊക്കെ അവൈലബിൾ ആണ്. സ്പിന്നി പോലെയുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാർ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം പറഞ്ഞു വരുന്നത്, ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുമ്പം ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി നമ്മളുടെ സ്വന്തം കമ്പനി, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് കരുതിക്കൊണ്ട് വേണം നമ്മളിത് അനലൈസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വൈഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കാനും ഈ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനും സാധിക്കും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പേഴ്സണലി. കാരണം നമ്മൾ നമ്മുടെ മണിയാണ് റിസ്ക് ചെയ്യുന്നത്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ യൂസ്ഡ് കാർ മാർക്കറ്റിലും മഹേന്ദ്രയ്ക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. ഇപ്പോൾ അവരുടെ കാറുകൾ ഇപ്പം 2-3 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ന്യായമായ പ്രൈസിൽ സെല്ല് ചെയ്യുന്നുണ്ട് യൂസ്ഡ് മാർക്കറ്റിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതൊക്കെ ആ കമ്പനിയുടെ ഒരു പോസിറ്റീവ് വശമാണ്. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മഹേന്ദ്രയുടെ വേറൊരു പോയിന്റ് പറയേണ്ട കാര്യമുണ്ട്. അതായത് ഇത് കാർ മാനുഫാക്ചറിങ് മാത്രമല്ല ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് SD എന്ന് പറയുന്ന പണ്ടത്തെ ജാവ ബൈക്കുകൾ, ഇതെല്ലാം ഇപ്പോൾ ഓൺ ചെയ്യുന്നത് മഹേന്ദ്രയാണ്. അതുപോലെ തന്നെ അവർക്ക് മറ്റേ കൊമേർഷ്യൽ വെഹിക്കിൾസ് മാത്രമല്ല, അതല്ലാതെ നിങ്ങൾക്കറിയാം വേറെ പല സെഗ്മെൻറ്റുകളും, ട്രാക്ടറുകൾ ഉൾപ്പെടെയുള്ള പല സെഗ്മെൻറ്റുകളും ഇവർക്ക് ഹോൾഡ് ഉണ്ട്. അതല്ലാതെ റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെ പല പരിപാടികളുള്ള ഒരു കമ്പനിയാണ് മഹേന്ദ്ര. അപ്പോൾ ഇതാണ് മഹേന്ദ്രയുടെ ഒരു റിയൽ വേൾഡ് സിനാരിയോ, അല്ലെങ്കിൽ നമ്മളുടെ കണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇപ്പം ഞാൻ പറഞ്ഞു മഹേന്ദ്രയുടെ കാറുകൾ ഒരുപാട് സെല്ല് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് അവരുടെ മോഡൽസ് ഭയങ്കര യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ഭയങ്കര ക്രേസാണ് അവരുടെ SUV സെഗ്മെൻറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അങ്ങനെയെങ്കിൽ ഈ പറയുന്ന റിയൽ വേൾഡ് സിനാരിയോ ആക്ച്വലി ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ, അല്ലെങ്കിൽ ഇവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ നേരെ സ്ക്രീൻ ടൂളിലേക്ക് പോയിട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സ്ക്രീനർ ടൂളാണ്. ആസ് യൂഷ്വൽ നമുക്ക് അതിൻ്റെ ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് നോക്കാം. ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു 3,82,000 crores ആണ് ആക്ച്വലി. സോ വെരി ഹ്യൂജ്, ലാർജ് കമ്പനിയാണ്. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഒരു കാര്യം കൂടെ ഇവിടെ പറയാം. അതായത് കഴിഞ്ഞ 3 കൊല്ലത്തെ നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ ടോപ്പ് പെർഫോമർ ആരാണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മഹേന്ദ്ര ഒരു 1 to 5 പൊസിഷനിൽ എപ്പോഴും കാണാറുണ്ട്. സോ ദാറ്റ് മീൻസ് ഹിസ്റ്റോറിക്കലി ഈ സ്റ്റോക്ക് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ വളരെ ക്വിക്കായിട്ട് നമുക്ക് ഈ പാരാമീറ്റേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ PE ഒക്കെ റീസണബിൾ ആണ്. റീസണബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ടാറ്റ അതുപോലെയുള്ള കമ്പനികളുമായിട്ടാണ്. സോ ഇവിടെ ഇപ്പോൾ അത് പ്രശ്നമില്ല, കാരണം ഇവിടെ 29 ആണ്. ടാറ്റയുടെയൊക്കെ ബിലോ 10 ആണ്. അത് ബിലോ 10 അത്ര ചീപ്പായിട്ട് എന്തുകൊണ്ട് ടാറ്റ സെല്ല് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ട്. ഞാനിപ്പോൾ ടാറ്റയുടെ ഒരു അനാലിസിസിലേക്ക് കിടക്കുന്നില്ല, കാരണം അത് നമുക്ക് സമയം ഒരുപാട് വേസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 29 എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ PE വെച്ച് നോക്കുമ്പോൾ 29 എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2016 അല്ലെങ്കിൽ 2010 കാലഘട്ടങ്ങളിലൊക്കെ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. 2010 20-ലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് 2016 25-ലെത്തി ഈ ലെവലിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് എലിവേറ്റഡ് PE ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാരുതി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിലും താഴ്ന്ന PE-ലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ മഹേന്ദ്രയ്ക്ക് ആളുകൾ ഒരു ഹൈ പ്രീമിയം വാല്യുവേഷൻ കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ഈ ഒരു എന്തൂസിയാസം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിലും അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിലുള്ള നല്ല മോഡലുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പ്രീമിയം ആൾക്കാർ അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കത് കോമ്പറ്റീറ്ററിലേക്കൊന്നും കൂടുതൽ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നേരെ ക്വാർട്ടർലി റിസൾട്ടിലേക്ക് എങ്ങനെ നോക്കാം. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ കഴിഞ്ഞ തവണ നെറ്റ്വർക്ക് ടെക്നോളജീസ് അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ബട്ടണിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ആ കമ്പനിയുടെ നെറ്റ്വർക്ക് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ക്വാർട്ടർലി ഒക്കെ പ്രോഫിറ്റ് ഒക്കെ വളരെ ജമ്പ് ചെയ്ത് പോകുന്നതായിട്ടാണ് നിങ്ങൾ കണ്ടത്. പക്ഷേ ആ രീതിയിലുള്ളൊരു ഗ്രോത്ത് ഒരിക്കലും
ഈ കമ്പനി പ്രതീക്ഷിക്കരുത്. ഇതൊരു ലാർജ് ക്യാപ് കമ്പനിയാണ്. ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് 4 lakh crore മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ പക്ഷേ നമുക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് വേണം, പക്ഷേ ഈ സ്മോൾ ക്യാപ് കമ്പനികൾ ഗ്രോ ചെയ്യുന്ന രീതിയിലൊന്നും ഇത് ഗ്രോ ചെയ്തു എന്ന് വരില്ല. അപ്പോൾ സെയിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 2022 25,000 crores സെയിൽസാണ് ആ ക്വാർട്ടറിൽ നടന്നതെങ്കിൽ മാർച്ച് 2025 ആയപ്പോൾ അത് ഓൾമോസ്റ്റ് 42,000 crores സെയിൽസിലേക്ക് എത്തി. അപ്പോൾ അത് ഒരു ജമ്പാണ് ആക്ച്വലി, അല്ലേ? ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടില്ല, ബട്ട് ഓൾമോസ്റ്റ് ഒരു 70-80% എങ്കിലും ഗ്രോ ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, 2022 മാർച്ചിൽ നിന്ന് 2025 മാർച്ചിലേക്ക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 3 years. ഈ 3 വർഷം കൊണ്ട് അവരുടെ സെയിൽസ് ആക്ച്വലി കൂടിയിട്ടുണ്ട്. ഇനി അതൊരു ലീനിയർ ആയിട്ടുള്ള ഗ്രോത്ത് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് നോക്കിയാൽ മതി. 25,000 crores, 28, 29, 30, 32, 33, 34, 35, 37 ഇതിങ്ങനെ വളരെ ലീനിയർ ആയിട്ട് പോകുന്നത് കാണാൻ പറ്റും. അത് വളരെ നല്ലൊരു പോസിറ്റീവ് സൈനാണ്. കാരണം അവർക്ക് എല്ലാ ക്വാർട്ടറിലും അവരുടെ സെയിൽസ് കൂടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സെയിൽസിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് ഇവിടെ കൂടുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ സെയിൽസ് കൂടുന്ന അതേ ഒരു ലെവലിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ കാണാൻ പറ്റും. ഇനി അതുപോലെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന, ഞാൻ നേരത്തെ എൻ്റെ മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് OPMs, ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ. അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഈ കമ്പനിക്ക് ഒരു എഡ്ജ് ഉണ്ടെന്ന് കാണാൻ പറ്റും. OPMs ആക്ച്വലി 16% ആയിരുന്നു മാർച്ച് 2022 ഇപ്പോൾ അത് 19%. സോ അവിടെ ഒരു ഇൻക്രീസ് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദാറ്റ്സ് വെരി പോസിറ്റീവ്. ഓക്കെ, ഇനി അടുത്തത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അത് ആക്ച്വലി നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എല്ലാം അതിനൊരു സിങ്ക് ഉണ്ട് ആക്ച്വലി. ഇതും കൂടി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും സെയിം സ്റ്റോറി തന്നെയാണ്. ഒരു ലീനിയർ ആയിട്ടുള്ള ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. EPSും അതുപോലെ തന്നെ. ഓക്കെ, നമുക്ക് ഇയർ ഓൺ ഇയറിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇത് ഇയർ ഓൺ ഇയർ ഡേറ്റയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് ഫിനാൻഷ്യൽ ഇയറിൽ 10,000 കോടിയായിരുന്നു ഇതിൻ്റെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർച്ച് 2025 ഓൾമോസ്റ്റ് 11 കൊല്ലമായി കഴിഞ്ഞപ്പോൾ 3 times ആയിട്ട് വളർന്നിട്ടുണ്ട്. അത് 3 times ആണെന്ന് വളർന്നപ്പോൾ അതൊരു വലിയൊരു വാല്യൂ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം 11 കൊല്ലം കണ്ട് 3 ഇരട്ടിയാവുക എന്ന് പറയുമ്പം അതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് അല്ലല്ലോ. അതെങ്ങനെയാണ് അതിനെ റീഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മാർച്ച് 2014 10,000 കോടിയുടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു വാല്യൂ അടുത്തൊരു നെക്സ്റ്റ് ഒരു 5 to 6 yearsലേക്ക് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു, അല്ലേ? ഇപ്പോൾ 2020 നോക്കിക്കഴിഞ്ഞാൽ പോലും ഇവർക്കുള്ള സെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഈ 10,000 കോടിയാണ്. അതായത് ഈ കമ്പനി വലിയ ഗ്രോത്ത് ഈ ഒരു 6 കൊല്ലം അല്ലെങ്കിൽ ഈ ഒരു 7 കൊല്ലം കാണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മഹേന്ദ്രയുടെ ഗ്രോത്ത്, ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കാണുന്നത് ഈ മാർച്ച് 2021 ആഫ്റ്റർ കോവിഡാണ്. ഈ ആഫ്റ്റർ കോവിഡിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മറ്റേ ഈ റിയലിസ്റ്റിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 2021-22 ഇവരുടെ താറ്, പുതിയ മോഡൽ താറ്, അതുപോലെ സ്കോർപിയോ, XUV 700 ഇമാതിരിയുള്ള ലേറ്റസ്റ്റ് മോഡലുകളൊക്കെ വന്നത് അത് വളരെ ഹിറ്റാവുകയും അങ്ങനെ അവിടെ നിന്നാണ് അത് നമുക്കിത് കോറിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് പ്രോഫിറ്റ് 11,000 നിന്ന് 14,000, 20, 24, 30 ഈ രീതിയിലുള്ള ട്രമൻഡസ് ഗ്രോത്ത് കഴിഞ്ഞ ഒരു 4 കൊല്ലം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതും നമുക്ക് നമ്മുടെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ്, നിങ്ങളൊരു കാർ എന്തൂസിയസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രോത്ത് കഴിഞ്ഞ 4 കൊല്ലമായിട്ടാണ് മഹേന്ദ്ര കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ അത് നമ്മളിപ്പോൾ സ്റ്റോക്ക് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പം വീക്ക്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷാർപ്പ് അപ്പ് മൂവ് കാണാൻ പറ്റും ഇവിടുന്ന്. 2018 മുതൽ 2020 വരെ സ്റ്റോക്ക് 0 റിട്ടേൺസ് ആണ് തന്നത്. അവിടെ നിന്ന് ആക്ച്വലി സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏതാണ്ട് 150% റിട്ടേൺ, ഇപ്പം ലാസ്റ്റ് ക്ലോസിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 210% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു 2-3 കൊല്ലം കൊണ്ട് ഈ സ്റ്റോക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അവരുടെ പുതിയ മോഡലുകൾ ഭയങ്കര ഹിറ്റായിരുന്നു. അത് ഭയങ്കര ഹിറ്റായിരുന്നു എന്ന് പറയുമ്പം ഇപ്പം കഴിഞ്ഞ കൊല്ലം 2024, 2023 ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവരുടെ ഏത് മോഡൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ താർ ആയിക്കോട്ടെ, XUV 700 ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഏത് ആ സമയത്ത് ഇറങ്ങിയ മോഡലുകളാണെങ്കിലും വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് മിനിമം 6 to 7 months ഒക്കെ ആയിരുന്നു. അത് ആ ഷോറൂമിലൊക്കെ പോയി അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വണ്ടി ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്ര ഡിമാൻഡാണ്. ഇപ്പം
ഈ സമയത്ത് അവർ കൂടുതൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ തുടങ്ങി. എനിക്ക് തോന്നുന്നു വെയിറ്റിംഗ് പീരീഡ് കുറേ കുറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവരുടെ വണ്ടികൾക്ക് നല്ല ഡിമാൻഡ് ആണെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഇയർ ഓൺ ഇയറിലെല്ലാം ഇപ്പോൾ ഇനി ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ OPMs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർ ഓൺ ഇയർ കൂടെ നോക്കുന്നത് വളരെ നല്ലതാണ്. 2014 14%, പക്ഷേ 2025 ആയപ്പോൾ അത് 19% നിൽക്കുകയാണ് അവർ. ഇവിടെയാണ് വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കാരണം ഈ സമയത്ത് മഹേന്ദ്ര ഇന്ത്യൻ മാർക്കറ്റിലുള്ള സമയത്ത് തന്നെ ടാറ്റ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട്, കിയ പോലെയുള്ള പല ബ്രാൻഡുകൾ വന്നു, പല പുതിയ മോഡലുകളും ടൊയോട്ട പോലെയുള്ള കമ്പനികൾ പുതിയ മോഡലൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും ഇവിടെ ഇവരുടെ പ്രോഫിറ്റ് മാർജിനിൽ കുറവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അവരുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് പ്രൈസിങ് പവർ കിട്ടുന്നത്. അപ്പോൾ ഈ പ്രൈസിങ് പവർ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഉള്ള ഒരു പ്രൊഡക്റ്റിന് മാത്രമേ പ്രൈസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് കയറ്റിക്കൊണ്ട് പോകാനും അതിനനുസരിച്ച് മാർജിനും കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് വളരെ വലിയ പോസിറ്റീവാണ്. സോ ഇവിടെയുള്ള ഇയർ ഓൺ ഇയർ ഡേറ്റയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഈ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് വളരെ ക്വിക്കായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഇപ്പോൾ 10 ഇയർ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 8% മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അത് കാരണം 2021 മുതലാണ് ഈ കമ്പനിക്ക് സെയിൽസ് കൂടി തുടങ്ങുന്നത്. അതുവരെ സെയിൽസൊക്കെ ചില ഇയറിൽ കുറയും, പിന്നെ താഴ്ന്നു വരും. ആ രീതിയിലാണ് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള സെയിൽസ് ആയിരുന്നു അതിന് മുന്നേയൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ ഒരു 8% ഗ്രോത്ത് മാത്രമായിട്ട് കാണുന്നത് ലാസ്റ്റ് 10 ഇയറിൽ. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇവിടെ 3 ഇയർ ഗ്രോത്ത് എന്ന് പറയുന്നത് 21% ആണ് CAGR. അതുപോലെ അതേ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ഗ്രോത്തിൽ കാണാൻ സാധിക്കും. 10 ഇയറിൽ 16% ഉള്ളൂ, പക്ഷേ 3 ഇയറിലും 5 ഇയറിലും നോക്കിക്കഴിഞ്ഞാൽ 80%, 27% വെച്ചിട്ട് ഹൈ ഗ്രോത്ത്. അതും ഒരു 4 ലക്ഷം കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതേ ട്രെൻഡ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോക്ക് പ്രൈസ് CAGR. ഇവിടെ കണ്ടില്ലേ, 10 ഇയറിൽ സ്റ്റോക്ക് അധികം അഡ്വാൻസ് ചെയ്തിട്ടില്ല, 17% ആണ്. 17% എന്ന് പറഞ്ഞാൽ മോശമല്ല. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യം, വാരൻ ബഫറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററാണ്. വാരൻ ബഫറ്റിൻ്റെ CAGR എത്രയാണെന്ന് അറിയോ? 20% ആണ്. ഇവിടെ 10 ഇയറിൽ 17% ആണ് കിട്ടിയുള്ളൂ. പക്ഷേ നോക്കൂ, 5 ഇയറിൽ 41%, 3 ഇയറിൽ 39%. അതൊരു നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒന്നാണ് ഇതെന്ന് നമുക്ക് ആ ഒരു കഴിഞ്ഞ 5 വർഷത്തെയും 3 വർഷത്തെയും ഡേറ്റയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ROE ഒന്നും മോശമല്ലാത്ത ROE ഇവിടെ കാണുന്നുണ്ട്. ഇനി നമ്മൾ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ഈ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പണ്ടത്തെ മുന്നിലെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, പ്രധാനമായിട്ട് ഇവിടെ നോക്കേണ്ടത് ബോറോയിങ്സ് ആണ്. എവരി ഫീൽഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഓക്കെ. പക്ഷേ നമുക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കി പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇവിടെ ബോറോയിങ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബോറോയിങ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഡെറ്റ്, ടോട്ടൽ ഡെറ്റ്, ഇയർ ഓൺ ഇയർ ഡെറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ 2014 ഇവർക്ക് 35,000 കോടി രൂപ ഡെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡെറ്റിൻ്റെ വാല്യൂ കൂടി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതൊരു കൺസേണിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അത്ര കൺസേണിങ് അല്ല എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് തന്നെ 4 ലക്ഷം കോടി രൂപയാണ്. അപ്പം ഈ കമ്പനികളുടെ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി തുടങ്ങാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇവർ കടം എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കടം കൂടി വരുന്നത്. പക്ഷേ ഒരു അലാമിങ് സിറ്റുവേഷനിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ട് ഈ സ്റ്റോക്ക് ഡിസ്കാർഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. ഓക്കെ, ബാക്കി ഫീൽഡിലേക്ക് നോക്കാം. ഇനി നമ്മളിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓഫ് കോഴ്സ് ഇത്രയും വലിയ കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോ തന്നെ കാണണം. ഇവിടെ പല ഇയറിലും 2020 മുന്നേ ഉള്ള പല ഇയറുകൾക്ക് ഇവർക്ക് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ഇയർ ആയിട്ട് ആക്ച്വലി പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആണ്. സോ അവിടെ വലിയ കൺസേണിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, റിയൽ വേൾഡ് സിനാരിയോ പറ്റി നമുക്കൊരു അവെയർ ഉണ്ട്. ഇവരുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഒന്നും കൂടുതൽ വറി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആക്ച്വലി. ഓക്കെ, ഇനി നോക്കേണ്ടത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ആണ്. ഞാൻ ഏത് സ്റ്റോക്കിലും ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കി എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. ഇവിടുത്തെ കുറച്ച് ട്രിക്കിയാണ്. കാരണം ഒരു സ്മോൾ ക്യാപ് കമ്പനി അനലൈസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ലാർജ് ക്യാപ് കമ്പനി നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സൊക്കെ വളരെ കുറച്ചേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. 19% ആണ്. ആലോചിക്കുക, 19% ഓഫ് 4 lakh മാർക്കറ്റ് ക്യാപ് അല്ലേ? അപ്പോൾ അതൊരു വലിയ എമൗണ്ട് ആണ്. പക്ഷേ അതും വളരെ സ്ലൈറ്റ് ആയിട്ടെങ്കിലും അത് കുറഞ്ഞു വരുന്ന കാണുന്ന ഒരു ട്രെൻഡാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അത് അത്ര വലിയ കൺസേണിങ് ഫാക്ടർ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള FIIസും DIs ഒക്കെ നല്ലൊരു ക്വാണ്ടിറ്റി സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, FIIs ഒക്കെ 38%, ഓൾമോസ്റ്റ് കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് അവർ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല. സോ അവിടെ ഒരു വലിയ നെഗറ്റീവും ഇല്ല, വലിയ പോസിറ്റീവ് എന്ന് പറയാനുമില്ല. DIസിൻ്റെയും കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
വളരെ വലിയൊരു പെർസെൻറ്റേജ് ഓഫ് ഷെയർ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ ഇപ്പം നേരത്തെ സ്മോൾ ക്യാപ് കമ്പനികൾ അനലൈസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഓരോ ക്വാർട്ടറിലും ഇയറിലും കൂടി വരണമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. ബിക്കോസ് ദ കമ്പനി ഈസ് സോ ഹ്യൂജ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ എന്നെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തൊരു കാര്യം പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് ആണ്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞായിരുന്നു, എൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൽ പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് കുറവാണെങ്കിൽ അതെനിക്ക് പോസിറ്റീവാണ്. പബ്ലിക് ഒരുപാട് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അത്ര പോസിറ്റീവായിട്ട് എടുക്കാറില്ല. ഇവിടെ ഇപ്പം 9%, ജസ്റ്റ് 10% ബിലോ ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓക്കെ. അത് അത്ര കൺസേണിങ് ആയിട്ടുള്ളൊരു കാര്യമല്ല. കൺസേണിങ് എന്നല്ല, അത് ആക്ച്വലി ഒരു പോസിറ്റീവ് ഫാക്ടറും കൂടെയാണ്. ഇനി നമുക്ക് ഇപ്പം സ്ക്രീനറിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേണിലേക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോക്ക് എത്ര നല്ലതാണോ അതിൻ്റെ ഫിനാൻഷ്യൽ ഡേറ്റാസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ലോസ് അത് എത്ര കൂടി വരുന്നുണ്ട്, എത്ര അട്രാക്റ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടെക്നിക്കൽ ചാർട്ടിൽ അതിനൊരു പോസിറ്റീവ് മൊമെൻറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ എത്ര നല്ല സ്റ്റോക്കാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പോലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അതാണ് എൻ്റെ ഒരു ഫിലോസഫി. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മഹേന്ദ്രയുടെ, ലെറ്റ് മീ റിമൂവ് ദിസ് ട്രെൻഡ് ലൈൻസ്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ വീക്ക്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ്. കാരണം 2014 മുതൽ 2020 വരെ ഈ സ്റ്റോക്ക് ഒരു ലോങ് പീരീഡ് കൺസോൾട്ടേഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്കിനൊരു അപ് റൺ തുടങ്ങി. ഓൾമോസ്റ്റ് ഒരു 200% ഇത്, കാരണം 1000 rupees നിന്ന് 3000 എത്തിക്കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് 200 times എങ്കിലും അത് ഗ്രോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഈ സ്റ്റോക്ക് വീണ്ടും ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം പ്രിസൈസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 2024 ജൂൺ മുതൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ജൂലൈ അവസാനിക്കാറായി. ഈ സമയം വരെ ഇതൊരു കൺസോൾട്ടേഷൻ പാറ്റേണിലാണ്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയം. അപ്പോൾ ഓരോ ഡിപ്പ് വരുമ്പോഴും ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ബെസ്റ്റ് അപ്രോച്ച്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് SIP ഒക്കെ തുടങ്ങാൻ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇതൊരിക്കലും എൻ്റെ ഒരു സജഷൻ അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിനാണെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ലോങ് കൺസോൾട്ടേഷൻ ആണ്. ഈ കൺസോൾട്ടേഷൻ തന്നെ ഒരു പോസിറ്റീവ് കൺസോൾട്ടേഷൻ ആണ്. കാരണം ഇവിടെ ഇത് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ഈ ഓൾമോസ്റ്റ് ഒരു ടൈറ്റ് റേഞ്ചിൽ ഇത് കൺസോൾട്ടേറ്റ് ചെയ്യുവാണ്. ഇവിടെ ഒരു ഷെയ്ക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. ഷെയ്ക്ക് ഔട്ട് മീൻസ് ഒരു വീക്കർ ബയേഴ്സിന് ഷേക്ക് ഔട്ട് ചെയ്യുന്നൊരു മെക്കാനിസമാണ്. ഞാനിപ്പോൾ ആ ടെക്നിക്കൽ ജാർഗണ്ടിലേക്കൊന്നും ഒരുപാട് കിടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഒരു അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരുപാട് സമയം എടുക്കാതെ തന്നെ ഈ കൺസോൾട്ടേഷൻ പ്രിസൈസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ, അതായത് 3268 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു നല്ലൊരു ശതമാനം ഇത് റൺ ചെയ്യാനാണ് സാധ്യത. പക്ഷെ അത് എന്ന് ബ്രേക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. മേ ബി ഇത് കുറച്ചും കൂടെ കൺസോൾട്ടേറ്റ് ചെയ്തായിരിക്കാം. പക്ഷേ ഇതൊരു ബെസ്റ്റ് ടൈമാണ്. ഓരോ ഡിപ്പിൽ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടൈമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. എന്നിരുന്നാൽ പോലും ഇത് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ വാങ്ങിക്കാനോ നിങ്ങളുടെ സജഷൻ ഒന്നുമല്ല. ഓക്കെ, അപ്പം ഇത്രയാണ് മഹേന്ദ്രയുടെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് പ്ലസ് ടെക്നിക്കൽ അനാലിസിസ്. ഇപ്പോൾ ടെക്നിക്കലി ഈ സ്റ്റോക്കിനെ പറ്റി കൂടുതൽ അതിൻ്റെ ഒരു ലോങ് ടൈം ട്രെൻഡ് നമ്മളത് പോസിറ്റീവാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ വെഹിക്കിൾ സെയിൽസിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ അറിവ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എല്ലാം ലുക്കിംഗ് ഗുഡാണ്. അപ്പോൾ എങ്ങനെയുള്ള ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കൺസർവേറ്റീവ് ഇൻവെസ്റ്ററാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് റിസ്ക് എടുക്കാനൊന്നും സാധിക്കില്ല. നിങ്ങൾക്ക് വേണ്ടത് ഒരു ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ. ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുമ്പം നിഫ്റ്റി 50 ഇൻഡെക്സ്. ഫോർ എക്സാമ്പിൾ, നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ ഒരു ആവറേജ് CAGR എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 13 to 15%, റൈറ്റ്? അതൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 13 to 14 പെർസെൻറ്റേജ് ആ ലെവലിലാണ് അതിന് റിട്ടേൺ വന്നിട്ടുള്ളത്. CAGR ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഡെക്സിനെയും അല്ലെങ്കിൽ ഒരു ആവറേജ് പെർഫോമറായ ഒരു മ്യൂച്വൽ ഫണ്ടിനെയും ബീറ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു CAGR എന്ന് പറയുന്നത് ഒരു ഓവർ എ പീരിയഡ് ഓഫ് 3 to 4 ഇയേഴ്സിലേക്ക് എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20% മേളിൽ CAGR മഹേന്ദ്ര തരേണ്ടതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, 20% എന്ന് കേൾക്കുന്ന പുതിയ ഇൻവെസ്റ്റേഴ്സ് അവർ കരുതുമ്പോൾ 20% എന്ന് പറയുന്നത് വളരെ ചെറുതല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, വാരൻ ബഫറ്റിൻ്റെ CAGR എന്ന് പറയുന്നത് 20% ആണ്.
ആ 20% CAGR-ലാണ് വാരൻ ബഫറ്റിൻ്റെ മൊത്തം ആസ്തി ഉണ്ടാക്കിയെടുത്തതെന്ന് ആലോചിക്കുക. അപ്പം 20% ഒട്ടും മോശമല്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു കമ്പനി ആ ഒരു റിട്ടേൺ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പം അടുത്ത ദിവസം വേറൊരു സ്റ്റോക്കുമായിട്ട് പരിചയപ്പെടുന്നവരെ ബൈ.